നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന ഈ ഗാനം എഴുതിയ സാറാ ഫ്ലവർ ആഡംസിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെ നടുക്കിയ കപ്പൽ ദുരന്തമായിരുന്നു 1912 ടൈറ്റാനിക് ദുരന്തം. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കന്നിയാത്രി ദൈവം വിചാരിച്ചാൽ പോലും തകർക്കാൻ സാധ്യമല്ല എന്ന ഗർവോടെ തുറമുഖം വിട്ട കപ്പൽ ഒരിക്കൽ പോലും മറ്റൊരു തുറമുഖത്ത് അടുക്കുന്നതിന് മുമ്പ് മഞ്ഞുമലയിൽ ഇടിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് താഴുമ്പോൾ 1500-ലധികം ആളുകൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് പാടിയ ഗാനമാണ് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. കപ്പൽ ദുരന്തം സംഭവിക്കുന്നതിനും 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സഹോദരി സാറാ ഫ്ലവർ എഴുതിയ നിയറർ മൈ ഗോഡ് ടു ദി നിയറർ ടു ദി എന്ന സുപ്രസിദ്ധ ഗാനത്തിൻ്റെ മലയാള പരിഭാഷയാണ് നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. 1805 ഇംഗ്ലണ്ടിലെ ഹാർലോയിൽ ഒരു രാഷ്ട്രീയ നേതാവും പത്രാധിപനുമായിരുന്ന ബെഞ്ചമിൻ ഫ്ലവറിൻ്റെ മകളാണ് സാറാ ഫ്ലവർ. സർവകലാശാല ബിരുദം നേടിയ സാറ 39-ാം വയസ്സിൽ വിവാഹിതയായി. ഭർത്താവ് വില്യം ബ്രിഡ്ജ് ആഡംസ് സാറയുടെ ഗാനരചനയ്ക്കുള്ള കഴിവിനെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പലപ്പോഴും സാറ രോഗിയായി കഷ്ടപ്പെട്ടിരുന്നു. ദൈവവചന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ കുറേ ഗാനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രസിദ്ധമായ ഗാനമാണ് ഈ ഗാനം. ഉണർവ് പ്രസംഗനായ വില്യം ജെ ഫോക്സ് ഉൽപ്പത്തി 28-ാം അധ്യായം 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിന് അനുയോജിക്കുന്ന ഒരു പാട്ട് പാടണമെന്ന് സാറയോട് ആവശ്യപ്പെട്ടു. ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് ഓടി ഹാരാനിൽ എത്തുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിച്ചതിനാൽ ഏകനായി കല്ലെടുത്ത് തലയണ വെച്ച് ഉറങ്ങിയപ്പോൾ ദർശനത്തിൽ കണ്ട ഗോവണിയും ദൂതന്മാരുടെ സാന്നിധ്യവും പ്രസംഗ വിഷയമായിരുന്നു. എന്നാൽ വില്യമിൻ്റെ പ്രസംഗത്തേക്കാൾ സാറയുടെ പാട്ട് ജനഹൃദയങ്ങളിൽ വലിയ ചലനം സൃഷ്ടിച്ചു. ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളിൽ പങ്കാളിയാകുവാൻ ദൈവം നൽകിയ ശാരീരിക രോഗങ്ങളുടെ ക്രൂശ് വഹിച്ചിരുന്ന സാറ തൻ്റെ അനുഭവങ്ങളെയും ചേർത്ത് ഇങ്ങനെ എഴുതി. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. 36-ാം വയസ്സിൽ ഈ ഗാനം എഴുതിയ ശേഷം 7 വർഷങ്ങൾ കൂടെ മാത്രമേ ജീവിതമാകുന്ന വൻകാട്ടിൽ കൂടെ യാത്ര ചെയ്യുവാൻ ഈ സഹോദരിക്ക് കഴിഞ്ഞുള്ളൂ. 43-ാം വയസ്സിൽ, അതായത് 1848 ഓഗസ്റ്റ് 13-ാം തീയതി നിന്നോട് ഞാൻ ചേരട്ടെ എന്ന വരികൾ അർത്ഥമാക്കിക്കൊണ്ട് ലോകം വിട്ടു. തൻ്റെ പ്രിയനോട് ചേർന്നു. വേർപാടിൻ്റെ വേദനയിൽ കഴിയുന്നവർക്ക് ദിവ്യ സമാധാനം നൽകി പല ഭാഷകളിൽ ഈ ഗാനം ഇന്നും നിലനിൽക്കുന്നു, ഇന്നും ശോഭിക്കുന്നു. ആമേൻ.